ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈവശമുള്ള ദൈവത്തിന്റെ പ്രതിനിധികളായി സ്വയം കരുതി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ സ്വർഗരാജ്യം പൂട്ടിയവരായിരുന്നു. ആരും അകത്ത് കടന്നില്ല, അല്ലെങ്കിൽ അകത്ത് കടക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെ അവർ അനുവദിച്ചില്ല. കർത്താവ് വാതിലുകൾ തുറക്കുന്നു. ഇസ്രായേല്യരുടെ മുൻപിൽ എരിഹോ അടച്ചു. ദൈവജനം സ്തുതിയോടെ അതിനെ ചുറ്റി നടന്നപ്പോൾ എരിഹോയുടെ മതിലുകൾ തകർന്നു. താമ്രവാതിലുകളും ഇരുമ്പ് കമ്പികളും തകർത്തു. അതെ, അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ കർത്താവ് തുറക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ ഏതാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ സ്തുതിയുമായി നിങ്ങൾ ചുറ്റി നടന്നാൽ കർത്താവ് ആ വാതിലുകളെല്ലാം നിങ്ങൾക്കായി തുറക്കും. അപ്പോസ്തലനായ പൗലോസിന് എഫെസോസിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് കർത്താവ് തീർച്ചയായും വിശ്വാസത്തിന്റെ മഹത്തായതും അനുകൂലവുമായ ഒരു വാതിൽ തുറന്നുകൊടുത്തു. ഇത് അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. മിസ്രൈമിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ മക്കൾക്ക് വാതിൽ തുറക്കാൻ കർത്താവ് തീരുമാനിച്ചു. ഫറവോനും സൈന്യവും കവാടം അടയ്ക്കാൻ ശ്രമിച്ചു. ദൈവം അനവധി ബാധകൾ അയച്ചിട്ടും ഫറവോൻ അനുതപിച്ചില്ല. ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകിയില്ല. അവസാനം ഫറവോനും അവന്റെ മുഴുവൻ സൈന്യവും ചെങ്കടലിൽ നശിച്ചു. എന്നാൽ ദൈവമക്കൾക്ക് കർത്താവ് അവർക്കായി ഒരു അനുഗ്രഹീത വാതിൽ തുറക്കും. തുറക്കാൻ പറ്റാത്തതിനെ അടയ്ക്കുന്നവനും നമ്മുടെ കർത്താവാണ്. ദൈവം വാതിൽ പൂട്ടുമ്പോൾ ആർക്കും അത് തുറക്കാനാവില്ല. അവൻ ആകാശമടച്ചാൽ മഴയില്ലാതെ ക്ഷാമം ഉണ്ടാകും. അവൻ തന്റെ അനുഗ്രഹങ്ങൾ അടച്ചാൽ എല്ലായിടത്തും ദാരിദ്ര്യവും ദുഃഖവും ഉണ്ടാകും. ആദ്യകാലങ്ങളിൽ ആളുകൾ തങ്ങളെ തന്നെ പ്രശസ്തരാക്കാൻ ബാബേൽ ഗോപുരം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം അവരുടെ എല്ലാ ശ്രമങ്ങളും തകർത്തു. അവരെ ഭൂമുഖത്തുടനീളം ചിതറിച്ചു കളഞ്ഞു. ദൈവമക്കളെ, ദുഷ്ടന്മാർ നിങ്ങൾക്കെതിരെ തിന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് അവരുടെ വഴികളും തന്ത്രങ്ങളും അടച്ചുപൂട്ടുന്നു. യാക്കോബിനെ ഉപദ്രവിക്കാൻ ലാബാൻ വന്നു. ഫറവോൻ അബ്രഹാമിനെ ഉപദ്രവിക്കാൻ വന്നു. അബിമേലെക്ക് ഇസ്ഹാക്കിനെ ഉപദ്രവിക്കാൻ വന്നു. എന്നാൽ കർത്താവ് അവരുടെ എല്ലാ ദുഷ്ടവഴികളും അടയ്ക്കുകയും തടയുകയും ചെയ്തു. ദൈവം നോഹയെയും അവന്റെ കുടുംബത്തെയും എല്ലാ ജീവജാലങ്ങളെയും പെട്ടകത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം ദൈവം തന്നെ പെട്ടകത്തിന്റെ വാതിലുകൾ അടച്ചു. മഴ പെയ്തിറങ്ങി ഭൂമിയിൽ വെള്ളം കയറിയപ്പോൾ മറ്റു പലരും പെട്ടകത്തിൽ എങ്ങനെയെങ്കിലും കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവർക്കൊന്നും അകത്ത് കടക്കാനായില്ല. ഇന്ന് ക്രിസ്തുവെന്ന പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. കർത്താവ് എല്ലാ പാപികളെയും സ്നേഹപൂർവ്വം വിളിക്കുന്നു. വിലപിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും അവന്റെ അടുക്കൽ വരുന്നു. വിശ്വാസത്തോടെ തന്റെ അടുക്കൽ വരുന്ന ആരെയും ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും പിന്തിരിപ്പിക്കില്ലെന്നും അവൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവമക്കളെ, എന്നെങ്കിലും കൃപയുടെ വാതിലുകൾ അടയപ്പെടുമെന്ന് ഓർക്കുക. അതുകൊണ്ട് സമയം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഓടി ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ പ്രവേശിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഇയ്യോബ് 12-ാം അധ്യായം 14-ാം വാക്യം. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഇയ്യോബ് 3-4 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 44 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.